ഇതിൻ്റെ വാട്ടർ ആൻഡ് ഇൻഫാർ സൊല്യൂഷൻ എന്ന് പറയുന്ന സ്റ്റോക്കാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൻ്റെ 1 മന്ത് ഗ്രാഫാണ് നിങ്ങൾ കാണുന്നത്. 1 ഇയർ ഗ്രോത്ത് നോക്കുമ്പോഴത്തേക്കിന് 6%, 6 മന്ത് പറയുമ്പോൾ 6%, അതുപോലെ തന്നെ 3 മന്ത് പറയുമ്പോൾ 12%, അതുപോലെ തന്നെ 1 മന്ത് എന്ന് പറയുമ്പോൾ നിയർ 20%ഓളമാണ് ഇതിനകത്ത് ഗ്രോത്ത് ഉണ്ടായിരിക്കും. ആ മാർക്കറ്റ് ക്യാപ് എന്ന് പറയുന്നത് 9.19 ബില്യൺ ആണ്. അതുപോലെ തന്നെ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് 5 to 8.85 മില്യൺ. റവന്യൂ ലാസ്റ്റ് ഇയറിലെ ഉള്ളത് 2.3 ബില്യൺ ആണ്. നല്ലൊരു റിസൾട്ടാണ് അവർ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആനുവലിയുള്ള ഗ്രോത്തുകളും അതുപോലെയാണ് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് ടെക്നിക്കൽ അനാലിസിസിൽ പറയുകയാണെങ്കിൽ സ്ട്രോങ് ബൈ ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സിനകത്ത് സ്ട്രോങ് ബൈ ആണ് കൊടുത്തിരിക്കുന്നത്. മെയിനായിട്ട് ഹൈവേസ്, റെയിൽവേസ് അവിടേക്കുള്ള പ്രോജക്റ്റുകളാണ് ഇവർ മെയിനായിട്ട് ചെയ്യാറുള്ളത്. 50% അപ്സൈഡിലേക്ക് പോകുകയാണെങ്കിൽ 399 അടുത്ത ടാർഗറ്റ് ഇവർ നോക്കുന്നത്. ഇപ്പോൾ കറണ്ട് മാർക്കറ്റിൽ 344 ആണ് കാണിച്ചിരിക്കുന്നത്. സ്ട്രോങ് ബൈ ആണ് അനാലിസിസിൽ അവർ ഇപ്പോൾ സ്റ്റോക്കിൽ അനാലിസിസ് പറയുന്നത്. ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോസ് അല്ല, ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. അതുപോലെ തന്നെ പിവറ്റിനകത്തുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വെച്ച് നമുക്ക് ചാർട്ടിലെ ഒരു അനാലിസിസ് നോക്കാം. എൻട്രി പോയിന്റ് ഏതാണ്, എക്സൽ പോയിന്റ് ഏതാണ്, ടാർഗറ്റ് ഏതാണെന്നുള്ളത് നമുക്ക് മന്ത്ലി അനാലിസിസ് ചാർട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു ഹൊറിസോണ്ടൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ബ്രേക്ക്ഔട്ട് കിട്ടി അപ്സൈഡിലേക്ക് പോയതിനു ശേഷം ഒരു ചെറിയ ഡൗൺ ട്രെൻഡ് എടുത്തിരിക്കുകയാണ് ഈ ഒരു പാർട്ടിലേക്ക്. നമുക്ക് നോക്കാം, ഇതൊരു ബിഗ് ക്യാൻഡിലാണ്. ഈ ഒരു റേഞ്ച് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു റിവേഴ്സ് എടുത്ത് പിന്നീട് അപ്സൈഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഷോർട്ട് ടൈം ട്രേഡ് ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് എൻട്രി പോയിന്റ്, എക്സിറ്റ് പോയിന്റുകൾ ഏതാണെന്ന് നോക്കാം. ഡേ ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായ ഒരു വ്യൂ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഡേ ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ബ്രേക്ക്ഔട്ട് ലെവലിലേക്ക് വന്നിരിക്കുകയാണ്. മാർക്കറ്റ് ഇനിയും സപ്പോർട്ട് ചെയ്ത് അപ്പ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അറൗണ്ട് 420 റേഞ്ചിലേക്ക് നമ്മൾ മാർക്കറ്റ് എത്താൻ സാധ്യതയുണ്ട്. ഇവിടുന്ന് കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 344 ആണ്. ഇതിൽ നമുക്കൊരു എൻട്രി പ്രൈസ് എവിടേക്ക് എടുക്കാം, ടാർഗറ്റ് എങ്ങനെ പോകാം, എസ് എങ്ങനെ നോക്കാം. നമുക്ക് എൻട്രി ഒരു 346 ആ റേഞ്ചിലേക്ക് നോക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഒരു ടാർഗറ്റ് നമുക്ക് 400 റേഞ്ചിലേക്ക് ടാർഗറ്റിലേക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എസ് എൽ എന്ന് പറയുന്നത് നമ്മുടെ ഡേ ക്യാൻഡിലിൻ്റെ ലോവിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് 321 എസ് എൽ ആയിട്ടും 346 ഒരു എൻട്രി ലെവലായിട്ടും അതുപോലെ തന്നെ 400 ഒരു ടാർഗറ്റ് ലെവലായിട്ടും നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം, ബട്ട് നിങ്ങളുടെ സ്വന്തം ഒരു അനാലിസിസ് മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ട് വേണം എടുക്കാനുള്ളത്. ഓക്കെ, ഇതുപോലത്തെ ചെറിയ ഷോർട്ട് വീഡിയോസുമായി പിന്നീട് വരും വരെ ബൈ ബൈ, താങ്ക് യു.